ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉറക്കം എണീറ്റതേ ഉള്ളൂ. ഉറക്കം എണീറ്റതിൻ്റെ അമ്മേരെ ഫോൺ കോൾ കേട്ടാണ് ഉറക്കം എണീറ്റത്. അമ്മ വിളിച്ചിട്ട് പറഞ്ഞ് ഐശ്വര്യക്ക് വയ്യ, പനിയാണ്, ശ്വാസം മുട്ടലാണ്, അവള് സ്കൂളിൽ ഇരിക്കുന്നത്, നീ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലേ. എനിക്കാണെങ്കിൽ പോകാൻ വണ്ടിയില്ല. ഞാൻ അശ്വിനെ വിളിച്ചു, അവന് ക്ലാസ് ഉണ്ട്, അവൻ ക്ലാസ്സിന് പോയിട്ട് അപ്പുറത്തെ വീട്ടിലെ വണ്ടി സെറ്റ് ചെയ്ത് നമ്മൾ അവളെ പോയി വിളിച്ചിട്ട് പോകാൻ പോവുക. പക്ഷെ വിളിച്ചിട്ട് വരാൻ പോവുകയാണ്. എനിക്ക് അറിഞ്ഞൂടെ എന്താണ് സീൻ. നമ്മ പറഞ്ഞു ഇന്നലെ തൊട്ടേ വയ്യാതെയൊക്കെ ഇരിക്കുകയായിരുന്നു പറഞ്ഞു. ഇനി വയ്യാത്തവളൊക്കെ എന്തിന് സ്കൂളിൽ പോകണമെന്നാണ് അറിഞ്ഞൂടത്. വയ്യെങ്കിൽ അവൾക്ക് വീട്ടിൽ ഇരുന്നൂടെ. എന്തായിരുന്നാലും നമുക്ക് അവളെ പോയി വിളിച്ചിട്ട്. ഞാൻ അവളെ സ്കൂളിൽ ഇതുവരെ ഞാൻ പോയിട്ടില്ല. അവളിപ്പം +2 ആണ്. +1 അവിടെ അഡ്മിഷൻ എടുത്ത് +2 പഠിച്ച് ഇരിക്കുന്ന സമയം വരെ ഞാൻ ഒരാവശ്യത്തിന് അവിടെ പോകുകയില്ല. എനിക്ക് ആ സ്കൂളിലെ പരിപാടി ഒന്നും അറിഞ്ഞുകൂടാ. ഇന്ന് പോയി ആദ്യമായിട്ട് നമ്മൾ പോകണം. എനിക്ക് ടെൻഷനോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. പക്ഷെ എന്നാൽ അവർക്ക് എന്തെങ്കിലും പറ്റുമോ ഇല്ലെന്ന് അറിയാനുള്ളൊരു ടെൻഷൻ. നമ്മളിവിടെ ഇൻട്രോ എടുത്തോണ്ടിരിക്കണം. അമ്മ അപ്പുറത്തെ വീട്ടിൽ വണ്ടി സെറ്റ് ചെയ്ത് എന്നെ കാത്ത അവിടെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് ഇനി എന്തായിരുന്നാലും പോവാം. ഇനി ഒട്ടും താമസിക്കണ്ട. അപ്പം എൻ്റെ പേര് അജിൻ, അഥവാ ഗൈസ്, ഐശ്വര്യക്ക് വയ്യ. അവൾക്ക് എന്തോ പനി, ശ്വാസം മുട്ടലെന്നും പറഞ്ഞ അവളെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവളെ എടുക്കാൻ പോവുകയാണ്. നമുക്ക് പോയിട്ട് വരാം ഗൈസ്. അപ്പൊ നമ്മള് സ്കൂളിന്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഉറങ്ങിക്കിടന്ന് അവിടെ നിന്ന് എണീറ്റ് വന്നതാണ്. അതുകൂടാതെ ഞാൻ ആദ്യമായിട്ടാണ് അവളെ സ്കൂളിൽ, അവള് 2 വർഷമായിട്ട് പഠിച്ചിട്ടോ ആദ്യമായിട്ടാണ് ഞാൻ അവളെ വിളിക്കാനോ അല്ലെങ്കിൽ സ്കൂളിലൊരു പരിപാടിക്ക് പോണതോ ആദ്യമായിട്ടാണ്. അതിന്റെ ഒരു ചെറിയ ടെൻഷൻ നമുക്കുണ്ട്. എന്തായിരുന്നാലും സമയം കളയാൻ അവളോട് വയ്യാതിരിക്കാൻ അവളെ പോയി ആദ്യം വിളിച്ചിട്ട് വരാം. അയ്യെങ്കിൽ വീട്ടിൽ ഇരുന്ന് കൂടെയായിരുന്നു. അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. ഉടനെ ചത്തു, അത്രേ ഉള്ളൂ. അപ്പൊ അത്യാവശ്യ നിലയിൽ കിടന്ന ഐശ്വര്യം നമ്മളിതാ വണ്ടിയിൽ എടുത്ത് വെച്ചോണ്ട് വരണുണ്ട്. നമുക്ക് ശ്വാസം മുട്ടലോ അങ്ങനത്തെ എന്തോ സീനൊക്കെയാണ്. നമ്മളാണെങ്കിൽ ഉറങ്ങിക്കിടക്കായിരുന്നു. അപ്പോഴാണ് വിളിച്ചത്. നമ്മളും പേടിച്ചു പോയി. എല്ലാം ചെയ്ത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് അങ്കിളുടെ വണ്ടി എടുത്തുകൊണ്ട് ചടപടയെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും. അപ്പം എന്തായിരുന്നാലും ബാക്കിയൊക്കെ ഞാൻ ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി പറഞ്ഞുതരാം. സ്റ്റേ ട്യൂൺ. നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് വയ്യെങ്കിൽ വീട്ടിൽ ഇരിക്കും. അല്ലെങ്കിൽ നമ്മൾ രാവിലെ എനിക്ക് അസ്വസ്ഥത നമ്മൾ പോകില്ല. രാവിലെ തള്ളി പിടിച്ചോണ്ട് സ്കൂളിൽ പോയിരുന്നു. എന്നിട്ട് വയ്യാതെ വിളിച്ച് വരുത്തിയിരിക്കുന്നു. സംഭവം എന്തോന്ന്, കുറേ ദിവസം സ്കൂളിൽ ലീവ് എടുത്തു. ആശാദിക്ക് അറ്റൻഡൻസ് ഒന്നുമില്ല. അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് എപ്പോഴും പോയേ പറ്റുള്ളൂ. എല്ലാ ദിവസവും പോകണം, അല്ലെങ്കിൽ അറ്റൻഡൻസ് കിട്ടില്ല. അതിനാണ് സീന്. ഇനി ഞാൻ ഇവിടെ നിന്ന് രാവിലെ കുളിയും നനയില്ലാതെ നിന്നെ വന്ന് വിളിക്കാൻ വന്നു. മനുഷ്യൻ്റെ എല്ലാം പേടിച്ചു പോയി. രാവിലെ ഉറക്കം എണീറ്റത് തന്നെ അമ്മ ഫോൺ വിളിച്ചിട്ടാണ്. ഇന്നലെ രാത്രി കുറച്ച് വീഡിയോ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് കിടന്ന് ഉറങ്ങിയപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, അവിടെ ഐശ്വര്യക്ക് വയ്യ, പെട്ടെന്ന് സ്കൂളിൽ പോകും, പെട്ടെന്ന് എണീരി എങ്ങനെയാ അശ്വിനെ വിളിച്ചു പോകും. അങ്ങനെ പറഞ്ഞ അശ്വിൻ ക്ലാസ്സിന് പോകാൻ എനിക്ക് സത്യം വണ്ടി ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ സീന്. അങ്ങനെ അമ്മ അപ്പുറത്തെ അങ്കിളുടെ വണ്ടിയൊക്കെ വാങ്ങിച്ചു തന്നു. അങ്ങനെയാണ് നമ്മളോട് ഒന്ന് പോയത്. എന്തായിരുന്നാലും അമ്മ ഇവിടെ ഉണ്ട്. അമ്മ അമ്മ പേടിച്ചാണ്. നമുക്ക് അടുത്ത് ചോദിക്കാം. എന്താ അവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയ്യാതെ ആവൂ? ഇടയ്ക്കിടയ്ക്കെന്ന് വെച്ചാൽ ഇന്നലെ വന്നപ്പോഴേ വയ്യാതെയാണ് വന്നത് സ്കൂളിൽ നിന്ന്. ഞങ്ങൾ എന്തിനാണ് സ്കൂളിൽ വിട്ടത് വയ്യാതെങ്കിൽ? വയ്യാതായപ്പോൾ രാവിലെ അവള് പോണില്ല, 10 മണിയായിട്ട് കിടന്നുറങ്ങി എഴിച്ചിട്ട് പോകാൻ ടീച്ചറിൻ്റെ അടുത്തൊന്ന് വിളിച്ച് പറയാൻ പറഞ്ഞു. പോകാമെന്നൊക്കെ പറഞ്ഞു. 7:10 പറഞ്ഞു അമ്മ 8:30 ഇറങ്ങാൻ പറ്റുമോ, ഒറ്റ ബസ്സിൽ പോകാം, അല്ലെങ്കിൽ എനിക്ക് കയറി ഇറങ്ങിയൊക്കെ പോകണമെന്ന്. പിന്നെ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ കുക്കറിൽ ചോറൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്ന് സ്കൂളിൽ ബസ് കയറ്റി വിട്ടിട്ടാണ് ഞാൻ വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നതിൻ്റെ പിറകെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ടീച്ചർ വിളിച്ച്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പേടിക്കൂലേ വീട്ടിൽ ഇരിക്കുമ്പം? മക്കൾക്ക് സ്കൂളിൽ പോയാൽ മക്കൾക്ക് എന്താണ് സംഭവിക്കണേ, ഏതാണെന്ന് അറിഞ്ഞൂടെ? ഞാൻ ഇതേപോലെ എപ്പോഴെങ്കിലും സ്കൂളിൽ നിന്ന് വിളിപ്പിച്ചിട്ടുണ്ടോ? വിളിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഏതോ സമയങ്ങളിൽ വിളിപ്പിച്ചിട്ടുണ്ട്. ഒരു സമയത്തും വിളിച്ചിട്ടില്ല. ഇടയ്ക്ക് ശ്രീത്രയെ പഠിച്ചിരുന്നപ്പം റോഡ് ക്രോസ് ചെയ്തപ്പോൾ എൻ്റെ സീനിയർ ഒരു ചേട്ടൻ തന്നെ അവൻ അനിയനെ കൊണ്ടുവിടാൻ വേണ്ടി പോയപ്പോഴത്തേക്കും എന്നെ കൊണ്ട് ബൈക്ക് കൊണ്ടിടിച്ചു തന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോൾ വിളിച്ചിട്ടുണ്ട്. അത് ഇപ്പൊ ആണുങ്ങൾ എല്ലാവരും സ്കൂള് കട്ടടിച്ചൊന്നും അല്ല. ഞാൻ സ്കൂൾ ടൈം കഴിഞ്ഞിട്ടാണ് ക്രിക്കറ്റ് കളിക്കാൻ പോയത്. അത് അവർക്ക് ചോറി. CBSE പഠിക്കുന്നതിന്റെ കുഴപ്പം അതായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് രക്ഷപ്പെട്ടത്. ഇത് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യാൻ. ഈ കയ്യിൽ ഈ അടയാളം കണ്ട, ഈ അടയാളം, ഇത് ആ റോഡ് ക്രോസ് ചെയ്തപ്പോൾ എന്നെ ബൈക്ക് കൊണ്ടിടിച്ച് നമ്മൾ ആ കൈ വന്ന് നമ്പർ പ്ലേറ്റ് ഇടിച്ച് മുറിഞ്ഞ് അങ്ങനെ ഒരു 4 സ്റ്റിച്ച് ഇവിടെ ഉണ്ടായിരുന്നു. 3 സ്റ്റിച്ച്. സോറി. രാവിലെ ഇവിടെ നിന്ന് നിനക്ക് വയ്യ എന്ന് പറഞ്ഞെങ്കിൽ നീ പിന്നെ എന്തിനു പോയി? അതാണ് എൻ്റെ ചോദ്യം. അറ്റൻഡൻസ്. നമുക്ക് അറ്റൻഡൻസിന്റെ കാര്യത്തോട്ട് വരാം. ഇവക്ക് അറ്റൻഡൻസ് ഇല്ല. എപ്പം ചോദിച്ചാൽ അറ്റൻഡൻസ് ഇല്ല. അതെന്തുകൊണ്ടോ നമുക്ക് ചോദിക്കാം കേട്ടോ. പറ, നിനക്ക് എന്തുകൊണ്ട് അറ്റൻഡൻസ് ഇല്ല? അതിന്റെ നീ എന്തുകൊണ്ട് സ്കൂളിൽ പോയില്ല ഇത്രയും ദിവസങ്ങളിൽ? സ്കൂളിൽ പോയി ഓരോ മാസം 90% അറ്റൻഡൻസ് വേണം. 3 ദിവസമൊക്കെ പോയില്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. അത് ഏത് കോളേജിലാണ് നീ പഠിക്കണത്? ഇല്ല, സ്കൂളിൽ.
ഒരു കാര്യമില്ല. അവിടെ ഒരു മാസത്തിൽ 90 ദിവസം പോകണമെന്ന്, പക്ഷേ 90% അറ്റൻഡൻസ് വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ദിനംതിനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യും? അപ്പം എന്തായിരുന്നാലും ഇവക്ക് വയ്യെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെവിടെ സ്കൂളിൽ നിന്ന് വന്ന് വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ എനിക്കിനി നിങ്ങളടുത്ത് വേറൊരു കാര്യം പറയണം. നിങ്ങൾ ആരും അത് വേറെ രീതിയിൽ എടുക്കുകയൊന്നും ചെയ്യരുത്. നമ്മൾ കൊണ്ടുവന്ന് ചോറ് പാത്രത്തിൽ ചോറിനെ അടുത്ത് തിന്നിട്ടുണ്ട്. ഈ പൊതിച്ചോറ് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. പോയിട്ട് വരാം. ഈ അമ്മമാര് രാവിലെ എണീറ്റ് ഉണ്ടാക്കുന്ന ഭക്ഷണം സ്കൂളിൽ കെട്ടാൻ വേണ്ടി സ്കൂളിൽ കൊടുത്തയക്കാൻ വേണ്ടി കെട്ടുമല്ലേ ഭക്ഷണം. അത് ഇലയിലായിക്കോട്ടെ പ്ലേറ്റിലായിക്കോട്ടെ അത് പൊതിഞ്ഞ് വെച്ച് ഉച്ച വരെ ഇരുന്ന് അതിൻ്റെ ആവി ഇങ്ങനെ പൊങ്ങി പൊങ്ങി അത് തുറക്കുമ്പോൾ ഒരു മണവും അത് കഴിക്കുമ്പോൾ ഒരു ഫീൽ. നമ്മൾ സ്കൂളിലൊക്കെ പോയിരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പല ദിവസവും ആഹാരമൊക്കെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്, വേണ്ടാതെ ഇതിൻ്റെ ഒന്ന് വാല്യൂ ഒന്നും അറിയാതെ. പക്ഷേ ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പഴയ ഒരു സ്കൂളിൽ പോയിരുന്നെങ്കിൽ ഇലയിൽ ചോറ് കെട്ടി അല്ലെങ്കിൽ പാത്രത്തിൽ ചോറ് കൊണ്ടുപോയി തിന്നായിരുന്നെന്ന്. നമുക്ക് വയ്യാത്തതുകൊണ്ട് നമുക്കൊരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ് കഴിക്കുക. അപ്പം നമ്മൾ തുറക്കാൻ പോവുകയാണ്. ഇതാണ് ചോറ് പാത്രം. നമുക്കിപ്പം തുറക്കാം. തുറയണം അങ്ങോട്ട്. ഓ മോനെ, സീൻ ഐറ്റം കേട്ടോ, സീൻ ഐറ്റം. ഓക്കെ ഓക്കെ. ബീറ്റ്റൂട്ട് തോരൻ, ചമ്മന്തി, മീൻ പൊരിച്ചത്, മുട്ട അവിയല്. എന്നാ വേണം ഓനക്ക് ഇതിനപ്പുറം ഇനി എന്ത് വേണം? സത്യം ഇന്നാണ് ഇവക്ക് വയ്യാതായാലും ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ദിവസം. കാരണം കിടിലുമായിട്ട് കഴിക്കാൻ പറ്റും. നമ്മളപ്പം ഇതിനകത്തുനിന്ന് ചോറ്, അകത്ത് ആസ് യൂഷ്വൽ ചോറ് തന്നെ ഗൈസ്. അപ്പം നമ്മൾ എന്തായിരുന്നാലും ഇതെല്ലാം ഒന്ന് തിന്നിട്ട് വരാം. കുറച്ച് ബീറ്റ്റൂട്ട് തോരൻ, കുറച്ച് ചമ്മന്തി, കുറച്ച് മുട്ട അവിയലും, ഒരു തുള്ളി താഴായിപ്പോയി എൻ്റെ തുപ്പൽ, കുറച്ച് പൊരിച്ച മീൻ വെച്ചിട്ട് ഇങ്ങനെ കുഴയ്ക്കണം. കുഴച്ചിട്ട് സെറ്റെന്ന് പറഞ്ഞാൽ വെറും സെറ്റല്ല ഗൈസ്. ആ വീടിൻ്റെ ഇടയിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എൻ്റെ ഒരു ചളുവ തെറിച്ച് പോകുന്നുണ്ട്. ഞമ്മ വെച്ച മീൻ കറിയും കൂടെ ഉണ്ട്, അതും കൂടി വെച്ചൊരു പിടി പിടിച്ച് നോക്കട്ടെ. മീൻ കറിയായിട്ടൊരു പിടി പിടിച്ച് നോക്കാം. ഒരു കഷ്ണം ചോറ് കുത്തി കുഴച്ച് കഷ്ണം വെച്ചാൽ കറി ഇല്ലായിരുന്നു, ഒരു സെറ്റ് അടിപൊളി. ഞാൻ പോയി കുറച്ച് കറിയും എടുത്ത് തിന്നിട്ട് വരാം. തിന്ന് വയറ് നിറഞ്ഞതിലുപരി മനസ്സ് നിറഞ്ഞു. ആ മുട്ട അവിയലിൽ ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ ഗൈസ്, ഒന്നും പറയാനില്ല. അപ്പം എന്തായിരുന്നാലും നമ്മൾ കൈ കഴുകിയിട്ട് വരാം. എങ്ങനെയുണ്ട് ശരി ചോറ്? ചോറെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്നുള്ള പൂർണ്ണ ഉത്തരവാണ്. ഈ വയറ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊന്ന് ഇത്തിരി ബീറ്റ്റൂട്ടും ആ ചമ്മന്തിയും ആ മീൻ പൊരിച്ചതും മുട്ട അവിയലാണ് മെയിൻ. മുട്ട അവിയൽ കിടിലുമായിരുന്നു, അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. ആ മുട്ട അവിയലും കൂടി വെച്ച് കുഴച്ച് തിന്നുമ്പം കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. പിന്നെ മീൻ കറിയും കൊള്ളായിരുന്നു. മീൻ കറി അത് ചൂടാക്കി മടി പിടിച്ചാൽ കുറച്ച് കട്ടിയായിപ്പോയി, ചൂടാക്കി വറ്റിച്ചു. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അടിപൊളി. കൈപ്പുണ്യം എവിടെ നിന്നാണ് കൈപ്പുണ്യം വന്നത്? മുട്ട അവിയലിൻ്റെ ഒരു കാര്യം എനിക്ക് വീഡിയോ പറയണമെന്നുണ്ട്. മുട്ട അവിയലിൻ്റെ എന്തൊരു കാര്യം അമ്മയ്ക്ക് വീഡിയോ പറയണമെന്നു പറ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിൽ എനിക്ക് ഏറ്റവും എന്നെ ഇഷ്ടമുള്ള ഒരു ടീച്ചറുണ്ടായിരുന്നു. സലീലാബായി എന്ന് പറഞ്ഞ ടീച്ചറാണ്. ആ ടീച്ചർ എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസം, ഈ ഉപവാസത്തിൻ്റെ അന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം ആർക്കെങ്കിലും കൊടുക്കും. അങ്ങനെ എനിക്ക് തരുമായിരുന്നു ആ ചോറ്. വെള്ളിയാഴ്ചയായിരുന്നു. അടിപൊളി ഒരു മുട്ട അവിയൽ വെച്ചുകൊണ്ട് വരുമായിരുന്നു. ഈ കറി ഇന്ന് ഞാൻ വെച്ച് അവൾക്ക് ചോറ് കെട്ടിയപ്പോഴും അവളടുത്ത് ചോദിച്ചു നോക്ക്. ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ സലീല ടീച്ചർ എനിക്ക് വെച്ചുകൊണ്ട് തന്ന മുട്ട അവിയലാണ്, എനിക്ക് ഞാൻ വെച്ച് തരുന്നത്.
നമുക്ക് ആ ടീച്ചറിനെ കാണാൻ ഒരു ദിവസം പോവാം. ആ ടീച്ചർ മരിച്ചുപോയി, ക്യാൻസറായിട്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ മരിച്ചുപോയി. എന്നും ഞാൻ മുട്ടയവേൽ വെക്കുമ്പോൾ ടീച്ചറിനെ ഓർക്കാറുണ്ട്. ടീച്ചറിന്റെ മോളെ മക്കൾ വല്ലതും ഉണ്ടോ? പിന്നെ മക്കളൊക്കെ ഉണ്ട്, എല്ലാവരും നല്ല ഇതായിട്ട് കഴിയുന്നു. ഞാൻ ബോഡിയൊന്നും കാണാൻ പോയില്ല. കാണാൻ പോകാത്തത് എനിക്കെന്നും ചിരിച്ചും കൊണ്ട് എൻ്റെ മുമ്പിൽ വരുന്ന ഒരു ടീച്ചറിൻ്റെ മനസ്സിൽ അത് മാത്രം മതി, ബോഡി കിടക്കണത് കാണണ്ടെന്ന് പറഞ്ഞ് ക്ലാസ്സിൽ എല്ലാ പിള്ളേരെയും കൊണ്ടുപോയി. പക്ഷേ ഞാൻ മാത്രം പോയില്ല. ഇന്ന് എൻ്റെ മുമ്പിൽ വെള്ള സാരിയും വെള്ള ബ്ലൗസൊക്കെ ഇട്ട് ചുരുണ്ട മുടിയും നല്ല ഭംഗിയുള്ളൊരു ടീച്ചർ. ആ ടീച്ചർ ഇങ്ങനെ വന്ന് എനിക്ക് ആ പുതിയ ചോറ് ഇങ്ങനെ എടുത്ത് തരുന്നത് നല്ലൊരു ചിത്രം തന്നെ എൻ്റെ മനസ്സിൽ ഇന്ന്. അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ബോഡി കാണാൻ പോകാത്തത്. അങ്ങനെയാണ് ഗൈസ്, നല്ല ആൾക്കാർ ദൈവം നേരത്തെ വിളിക്കുമെന്ന് പറഞ്ഞില്ലേ, അവരെ നല്ല മനസ്സ് അവര് സ്വർഗത്തിലായിരുന്നാലും ഒരു നല്ല വിളി ഇരിക്കുള്ളൂ. കാരണം കുറെ ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ. ഇതിപ്പോ ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞല്ലോ, ഇതിപ്പോ പറയാനുള്ള കാരണം മുട്ട അവിയൽ ഇവിടെ നിന്ന് കൈപ്പുണ്യം കിട്ടി. മുട്ട അവിയലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ടീച്ചറിനെ പറഞ്ഞു ഓർമ്മ. എന്തായിരുന്നാലും റെസ്റ്റ് ഇൻ പീസ് ടീച്ചർ. എൻ്റെ അമ്മയെ പണ്ട് സഹായിച്ചതിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അവൾ റെസ്റ്റ് എടുക്കുകയാണ്, നമ്മളെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഞാനും ചോറൊക്കെ കഴിച്ച് വയറൊക്കെ ഡമ്പായിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വീഡിയോ കാണാനായി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ, എന്നെ കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വീഡിയോ ഇടും. ഇനി പറ്റാത്ത ദിവസം ഞാൻ പറ്റും പോലെയൊക്കെ വീഡിയോ ഇടും. അപ്പം അതും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ബൈ ഗൈസ്, ബൈ 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 ഫ്രം എടാ അജിനെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.